എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നന്ദ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നന്ദുവിന്. മോൻ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരണം, ഇതുപോലെ മക്കളെ സ്നേഹിക്കുന്ന വേറെ അച്ഛനും അമ്മയും വേറെ കാണത്തില്ല എന്നൊക്കെ പിങ്കിയും ഗൗതത്തിനെയും കുറിച്ചൊക്കെ കൂടുതലായിട്ട് നന്ദ പറയുകയാണ്. അങ്ങനെ അവിടെ നിന്നും ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാവുന്നൊരു മാനസികാവസ്ഥയിൽ എത്തുന്നു നന്ദു. അതുപോലെ തന്നെ ആ സമയത്ത് പിങ്കി ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. മോനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരൂ എന്ന് പറഞ്ഞുകൊണ്ട്. നീ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ പിങ്കി ചോദിക്കുന്നുണ്ട്. അതുപോലെ ഗൗതവും ചോദിക്കുന്നുണ്ട്, എന്താ നമ്മുടെ പൊന്നുമോൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ആകെ വിഷമത്തിലാകുന്നു നന്ദു. ഇവിടെ ആരും ആഹാരമൊന്നും കഴിച്ചിട്ടില്ല, മോൻ ആരെയും വിഷമിപ്പിക്കരുത്, മോൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പതിയെ ഡോറ് തുറക്കുകയാണ് നന്ദു. നന്ദുമോൻ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു പിങ്കി. എന്നിട്ട് പിങ്കി ചോദിക്കുന്നുണ്ട്, അമ്മയുടെ പൊന്നുമോനല്ലേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയുകയാണ് പിങ്കി. എന്നിട്ട് കെട്ടിപ്പിടിച്ച് കുറച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗൗതവും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ചേർത്ത് പിടിക്കുന്നുണ്ട് നന്ദമോനെ. എൻ്റെ പൊന്നുമോനെ, നീ എന്തിനാ പപ്പനെ ഇങ്ങനെയൊക്കെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരുടെ ആ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്ദയുടെ അടുത്തേക്ക് നന്ദമോൻ എത്തുന്നുണ്ട്. എന്നിട്ട് നന്ദമോനോട് നന്ദ പറയുകയാണ്, ഇവർ രണ്ടുപേരുമാണ് മോൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇവരെ പോലെ മോനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനും അമ്മയും മോന് കിട്ടിയില്ലേ, നീയാണ് അവരുടെ ഏറ്റവും വലിയ ഭാഗ്യം. ഇവരുള്ളപ്പോൾ മോൻ ഒരു കാര്യത്തിനും പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നന്ദ. അവരെ ഇങ്ങനെയൊന്നും വിഷമിപ്പിക്കരുത് മോനെ, അവരെ ഇങ്ങനെയൊക്കെ വിഷമിപ്പിച്ചതിന് മോൻ സോറി പറഞ്ഞേക്കെന്ന് പറയുന്നുണ്ട്. അന്നേരം ഗൗതത്തിനോട് മോൻ പറയുകയാണ്, സോറി പപ്പ എന്ന്, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. ആ സമയം ഗൗതത്തിന് ഭയങ്കരമായിട്ട് സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്. ആ സമയം ഗൗതം നന്ദമോനെ കെട്ടിപ്പിടിച്ചിട്ട് ഇനി ഇങ്ങനെയൊന്നും മോൻ ചെയ്യാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഗൗതം മോനെ കെട്ടിപ്പിടിക്കുന്നു. അതുപോലെ തന്നെ ഈ സമയം പിങ്കിയും ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ സമയം പിങ്കി പറയുന്നുണ്ട്, ഇല്ല ഗൗതം, ഇനി നമ്മുടെ നന്ദമോൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല, നമ്മുടെ മോൻ ഇനി ഒരിക്കലും നമ്മളെ വിട്ട് പോകത്തില്ല. എന്നിട്ട് ഗൗതം പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ചേർത്ത് പിടിക്കുവാണ്. അവരൊരു ഫാമിലി പോലെ ഗൗതവും പിങ്കിയും നന്ദമോനും ചേർന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാണുന്ന നന്ദയ്ക്ക് ഇത്തിരി വിഷമമൊക്കെ ഉണ്ടെങ്കിലും അങ്ങ് പിന്നെ സന്തോഷമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ട് നിൽക്കുന്ന നന്ദയ്ക്ക് ചെറിയ വിഷമമൊക്കെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രശ്നം സോൾവ് ആയി എന്നൊരു സന്തോഷം നന്ദയുടെ മനസ്സിലും മുഖത്തും കാണാൻ കഴിയുന്നു. കണ്ണൊക്കെ തുടച്ചിട്ട് നന്ദ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. ഈ സമയം താഴെ ലക്ഷ്മിയും ജഗന്നാഥനും എല്ലാവരും ഭയങ്കര ടെൻഷനോടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് നന്ദ ഇറങ്ങി വരുന്നത് കാണുന്നത്. മോഹിനിയും ലക്ഷ്മിയും ഒന്നും ചോദിക്കുന്നില്ല, പക്ഷെ ജഗന്നാഥൻ ചോദിക്കുന്നുണ്ട്, എന്തായി നന്ദ, മുകളിലോട്ട് പോയിട്ട് എന്തായി, മോന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചോ, അവൻ എന്തെടുക്കുവാണ് എന്നൊക്കെ നന്ദയോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദ പറയുവാണ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ അവനോട് സംസാരിച്ചായിരുന്നു, അവൻ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു, അവന്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി, അവന് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് ജഗന്നാഥൻ ചോദിക്കുവാണ്, മോൻ എന്തേ, അവരൊക്കെ എന്തേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നന്ദ പറയുവാണ്, അവൻ അവന്റെ അച്ഛനും അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണെന്ന്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് നന്ദ. അങ്ങനെ പോകാൻ തുടങ്ങുന്ന നന്ദ, ആ സമയം പിങ്കി അങ്ങോട്ടേക്ക് വന്നിട്ട് നന്ദ എന്ന് വിളിക്കുന്നുണ്ട്. പിങ്കി നന്ദയെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് നന്ദയെ. ഈ കാര്യങ്ങളെല്ലാം സോൾവ് ആക്കി കൊടുത്തത് നന്ദയാണല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിട്ട് പിങ്കി നന്ദയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് ലക്ഷ്മിക്കൊന്നും ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നതേ ഇല്ല. എന്നിട്ട് പിങ്കി പറയുവാണ്, നന്ദ, ഇങ്ങനെ ഒരു കാര്യം പരിഹരിച്ച് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത് പോലുമില്ല, അവനെ നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്, അതുകൊണ്ട് തന്നെ ഈ കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കത്തില്ല, ഞാൻ മരിക്കുന്നത് വരെ ഈ കാര്യം എൻ്റെ മനസ്സിലുണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് നീ ഓർത്ത് വച്ചേക്കണമെന്ന് പിങ്കി പറയുന്നുണ്ട്. ആ സമയം നന്ദ പറയുവാണ്, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, എൻ്റെ വായിൽ നിന്ന് അറിയാതെ വീണു പോയതാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണം എന്ന് എൻ്റെ ലക്ഷ്യമായിരുന്നു, അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സോൾവായി, നന്ദമോനെല്ലാം മനസ്സിലായല്ലോ, അത് മതി, ആ ഒരു ആശ്വാസം മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞിട്ട് നന്ദ അങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങുന്നുണ്ട്. അന്നേരം പിങ്കി ചോദിക്കുന്നുണ്ട്, നീ പോകുവാണോ, അങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ, നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണ്ടേ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നന്ദ പറയണു, വേണ്ട, എനിക്കൊന്നും വേണ്ട പിങ്കി എന്ന് പറഞ്ഞിട്ട് നന്ദ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ലക്ഷ്മിക്ക്. ആ സമയം ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്താ പിങ്കി മോളെ നീ കാണിക്കുന്നത്, നീ എന്തിനാണ് അവളുടെ അടുത്ത് കടപ്പാടുണ്ട് എന്നൊക്കെ പറയുന്നത്, ഇതിന്റെ ആവശ്യം നിനക്ക് എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പിങ്കി ചോദിക്കുവാണ്, നിങ്ങൾക്ക് എന്താ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ, എന്റെ നന്ദമോനെ നഷ്ടപ്പെട്ടു
പോയതെന്ന് കരുതിയതാണ്. എന്റെ ശരീരം മൊത്തത്തിൽ തീ പിടിച്ച അവസ്ഥയായിരുന്നു. അതിനൊരു പരിഹാരം കണ്ടത് നന്ദയാണ്. അതിനാണ് ഞാൻ അവളോട് താങ്ക്സ് പറഞ്ഞത്. ആ സമയം ലക്ഷ്മി പറയുവാണ് ഇതൊക്കെ അവളുടെ വെറും അടവാണ്. ഈ തീ പിടിപ്പിച്ചത് അവളാണ്. ആ തീ അവള് തന്നെ അണച്ചു. അതിനപ്പുറം ഒന്നുമില്ല. യാതൊരു കടപ്പാടിന്റെ ആവശ്യവുമില്ല പറയുമ്പോഴത്തേക്ക് പിങ്കി പറയുവാണ് അമ്മ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിങ്കി അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് ജഗന്നാഥൻ ലക്ഷ്മിയോട് പറയുന്നുണ്ട് ഈ കൂട്ടത്ര നല്ലതൊന്നും അല്ല. ഇവിടെയുള്ള പലരുടെയും മനസ്സിലേക്ക് നന്ദ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുവാണ്. അത് പല നാശത്തിലേക്കുമായിരിക്കും കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് അത് തടയണം എന്ന് പറയുവാണ്. അന്നേരം ലക്ഷ്മി പറയുവാണ് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വലിയേട്ടത്തിയുമായിട്ട് ആലോചിക്കണം. ആ സമയം മോഹിനിയും പറയുന്നുണ്ട് ജഗന്നാഥേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇനി ഒരിക്കലും നന്ദയെ ഈ വീട്ടിലേക്ക് അടുപ്പിക്കരുത് എന്ന് മോഹിനിയും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഗൗതവും മോനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയം ഗൗതം പറയുവാണ് മോൻ എന്റെ സ്വന്തമാണ്. നീ എന്റെ മകനല്ല ഇനി എന്ന് നീ ഒരിക്കലും പറയരുത്. അത് പപ്പയ്ക്ക് സഹിക്കാൻ കഴിയത്തില്ല എന്നൊക്കെ ഗൗതം പറയുമ്പോഴത്തേക്ക് നന്ദുമോൻ പറയുവാണ് ഇല്ല പപ്പ ഞാൻ ഇനി ഒരിക്കലും പറയത്തില്ല. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ഡോക്ടർ ആന്റിയാണ്. അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും പറയത്തില്ല എന്ന് പറയും. അന്നേരം ഗൗതം പറയുവാണ് മോന്റെ കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൻ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് പപ്പയ്ക്ക് സഹിക്കാനാവത്തില്ല. അതുകൊണ്ട് ഇനി മോൻ വേറൊരു രീതിയിലും ചിന്തിക്കരുത്. എന്നും എൻ്റെ മകൻ തന്നെയാണ് നീ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇല്ല പപ്പ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. എന്നിട്ട് ഗൗതം പറയുവാണ് ഞാനാണ് നിന്റെ പപ്പ, അതിൽ ഇനി ഒരു മാറ്റവും ഇല്ല. അതുപോലെ തന്നെ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മയാണ് പിങ്കി, അവൾക്ക് നീ ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ട് നീ ഇനി വേറെ രീതിയിലൊന്നും ചിന്തിക്കരുത്. എന്നിട്ട് പറയുവാണ് ഞാനും അമ്മയും നീയും അടങ്ങുന്ന ഒരു വലിയൊരു ഫാമിലിയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ നന്ദുമോൻ പറയുവാണ് ഇല്ല പപ്പ എന്ന്. അപ്പോൾ ഗൗതം പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയി. അന്നേരം എന്താ മോനെ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല പപ്പ വേറെ 2 പേരും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ അതാരാ? നമ്മളും 5 പേര് ചേരുന്നതാണ് നമ്മുടെ ഫാമിലി എന്ന് പറയും. എന്നിട്ട് ഗൗതം ചോദിക്കുവാണ് അതാരാടാ ചക്കരെ, നമ്മുടെ അച്ഛമ്മയും മുത്തശ്ശിയൊക്കെ ആണോ? നേരം നന്ദുമോൻ പറയുവാണ് അല്ല അവരാരുമല്ല, ഡോക്ടർ ആന്റിയും ഗൗരിയും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ഫാമിലി. പപ്പ അവരെ കൂടെ ഒന്ന് ചേർക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഗൗതത്തിനോട്. ആ സമയം ഗൗതം പറയുവാണ് ചേർക്കാം, എന്റെ മോന്റെ സന്തോഷത്തിന് വേണ്ടി പപ്പ എന്തും ചെയ്യുമെന്ന്. ആ സമയം നന്ദുമോൻ പറയുവാണ് താങ്ക് യു പപ്പ. എന്നിട്ട് നന്ദുമോൻ ചോദിക്കുവാണ് ശരിക്കും എന്റെ പപ്പ ആരായിരിക്കും, അതറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗൗതത്തിനോട്. ആ സമയം ഗൗതം ചോദിക്കുവാണ് എന്നെ വീണ്ടും വിഷമിപ്പിക്കാനാണോ? അപ്പം നന്ദുമോൻ പറയുന്നുണ്ട് ഇല്ല പപ്പ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചതാണെന്ന്. പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയും പിങ്കിയാണ് കാണിക്കുന്നത്. എന്നിട്ട് പിങ്കി ലക്ഷ്മിയോട് ചോദിക്കുവാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നന്ദയായിരുന്നല്ലോ, ഒരു അമ്മയും മോളെയും പോലെയല്ലേ നിങ്ങൾ കഴിഞ്ഞിരുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് നന്ദയോട് ഇത്രയും വൈരാഗ്യം തോന്നാൻ കാരണം? അമ്മയുടെ ഏറ്റവും വലിയ ശത്രു ഞാനായിരുന്നല്ലോ, ഇപ്പൊ എന്തുകൊണ്ടാ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നോടുള്ള താല്പര്യം പോലും നന്ദയോട് ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ലക്ഷ്മി പറയുവാണ് ഒരിക്കലും മനുഷ്യബന്ധങ്ങൾ ഒരിക്കലും ഒന്നുപോലെ പോകത്തില്ല എന്ന്. ഇവിടുത്തെ കുഞ്ഞിനെയും കൊണ്ട് അവൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയി. ആ ഒരു കാര്യം എന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. ആ മുറിവ് എന്നും എന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ആ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതുപോലെ തന്നെ ഞാനും അവളെ വെറുത്തുപോയി. ഇവിടത്തെ കുഞ്ഞിനെയും കൊണ്ട് അവൾ പോയി, ഈ ഭൂമിയിൽ നിന്ന് തന്നെ ആ കുഞ്ഞ് പോയി. ആ കാര്യം എൻ്റെ മനസ്സിലൊരു മുറിവായിട്ട് തന്നെ കിടക്കുന്നു. ആ മുറിവ് ഒരിക്കലും മായത്തില്ല. ഇത് എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ഞാനും അവളെ അങ്ങ് വെറുത്തുപോയി. എന്നിട്ട് പറയുവാണ് നീയും ഇതിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചതല്ലേ മോളെ എന്ന്, നിനക്കതൊക്കെ സഹിക്കാൻ പറ്റുമോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി. അന്നേരം പിങ്കി പറയുവാണ് അപ്പോഴും നമ്മുടെ നന്ദമോനെ തിരിച്ചു തന്നത് നന്ദയല്ലേ, ആ ഒരു കടപ്പാട് നമ്മൾ കാണിക്കണ്ടേ. ആ സമയം ലക്ഷ്മി പറയുവാണ് അതിന്റെ ഒരു ആവശ്യവുമില്ല, അവൾ തന്നെ ചെയ്ത തെറ്റിന്റെ പരിഹാരമാണ് അവൾ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ നീ ആ രീതിയിലൊന്നും ചിന്തിക്കരുത്, ചിലപ്പോൾ നിന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകും. അവളുടെ മന്ത്രവാദത്തിൽ വീണ് ഗൗതം പോലും അവളെ അംഗീകരിക്കാൻ അവൾക്ക് അതിനുള്ള കഴിവുണ്ട്. ഗൗതത്തിന്റെ ആദ്യ ഭാര്യയായിരുന്നു അവൾ എന്ന് നീ മറന്നു പോകരുത്. അന്നേരം പിങ്കി പറയുവാണ് അങ്ങനത്തെ ടെൻഷനൊന്നും എനിക്കില്ല, ഇതിനേക്കാളേറെ നന്ദ ഒരുപാട് മാറിപ്പോയിട്ടുണ്ടെന്ന്, അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കില്ല എന്ന് പിങ്കി പറയുന്നുണ്ട്. സമയം ലക്ഷ്മി ചോദിക്കുവാണ് ഗൗതത്തിന്റെ നിനക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലേ? അങ്ങനെ ലക്ഷ്മി ചോദിക്കുമ്പോഴത്തേക്ക് പിങ്കി പറയുവാണ് അങ്ങനെ ആയിരുന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന്, എനിക്ക് എന്റെ മകനുണ്ടല്ലോ എന്ന് പിങ്കി പറയുന്നുണ്ട്. സമയം ലക്ഷ്മി പറയുവാണ് അതാണ് അവളുടെ കഴിവെന്ന്, ഇങ്ങനെയൊക്കെ നീ ചിന്തിക്കുന്ന പരുവത്തിലാക്കിയത് അവളല്ലേ എന്ന് ലക്ഷ്മി പിന്നെയും പിങ്കിയോട് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ലക്ഷ്മി അങ്ങ് കയറി പോകുന്നുണ്ട്. അതിനുശേഷം പിങ്കി അതിനെപ്പറ്റി ചിന്തിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നന്ദമോന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഗൗതവും പിങ്കിയും നന്ദമോനായിട്ട് നന്ദയുടെ വീട്ടിലേക്ക് എത്തുന്നതാണ്. ആ സമയത്ത് വീട് അടച്ചിട്ടിരിക്കുന്നത്
കണ്ടിട്ട് അവർ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് നന്ദയുടെ. എന്നിട്ട് ഫോൺ വിളിക്കുമ്പോഴത്തേക്കും കിട്ടുന്നില്ല. എന്നിട്ട് ഇവർ പോകാൻ വേണ്ടി തിരിക്കുമ്പോഴത്തേക്ക് നന്ദമോൻ പറയുവാണ്, ഇല്ല ഡോക്ടർ ആൻറ്റി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയതായിരിക്കുമെന്ന്. എനിക്ക് എക്സസൈസും ട്രീറ്റ്മെൻറ്റും ഒക്കെ ഉള്ളത് ഡോക്ടർ ആൻറ്റിക്ക് അറിയാം, അതുകൊണ്ട് ഡോക്ടർ ആൻറ്റി അതൊരിക്കലും മുടക്കുകയില്ല എന്ന് നന്ദമോൻ പറയുമ്പോഴത്തേക്ക് പിങ്കി പറയുന്നുണ്ട്, പിന്നെ നമുക്ക് ഏതായാലും കുറച്ച് വെയിറ്റ് ചെയ്യാം ഗൗതം ഒന്ന്. നന്ദ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയതായിരുന്നു എങ്കിൽ വന്നാലോ എന്നൊക്കെ പിങ്കി ചോദിക്കുന്നുണ്ട്. ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഗൗരിയും നന്ദയും ഇങ്ങനെ വരുന്നുണ്ട്. അവർ അമ്പലത്തിൽ പോയതായിരുന്നു. അപ്പോൾ നന്ദ ചോദിക്കുന്നുണ്ട്, ആഹാ നിങ്ങൾ രണ്ടുപേരുമായിട്ടാണോ ഇന്ന് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പിങ്കി പറയുവാണ്, ഗൗതത്തിന് നന്ദയോട് എന്തോ സംസാരിക്കാനുണ്ട്, അതിന് വേണ്ടി വന്നതാണെന്ന്. അപ്പോൾ നന്ദ പറയുന്നുണ്ട്, ഏതായാലും നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട, അകത്തേക്ക് വരുമെന്ന്. അവർ പിന്നെ സിറ്റ് ഔട്ടിലോട്ട് കയറുന്നു. അതിനുശേഷം ഗൗരിയും നന്ദമോനും കളിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആ സമയം നന്ദ ചോദിക്കുന്നുണ്ട്, എന്താ സംസാരിക്കാനുള്ളതെന്ന്. ഞാൻ ആ സമയത്ത് ദേഷ്യത്തിൽ നന്ദയെ എന്തൊക്കെയോ പറഞ്ഞു, ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞു. നന്ദ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഞങ്ങളുടെ മനസ്സിലെ പേടിയായിരുന്നു, അവൻ വലുതാവുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവൻ്റെ അച്ഛനും അമ്മയും അല്ല എന്ന് തിരിച്ചറിയുന്ന സമയത്ത് അവൻ ഞങ്ങളെ വെറുക്കുവോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പം നിൽക്കുവോ എന്നൊക്കെ ഉള്ള ഞങ്ങളുടെ ഒരു ടെൻഷനായിരുന്നു. അവൻ കുറച്ചും കൂടെ വലുതാകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവനെ അറിയിക്കണമെന്നായിരുന്നു എന്ന് കരുതിയിരുന്നതാണ്. വളരെ സ്മൂത്തായിട്ട് തന്നെ ആ ഒരു ഫേസിനെ അവൻ മറികടന്നു. അത് നന്ദ കാരണമാണ്, നന്ദ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും മാറി മാറി നന്ദയോട് നന്ദി പറയുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, ഇതൊരിക്കലും ഞങ്ങൾ മറക്കത്തില്ല, ആ സ്നേഹം എന്നും ഞങ്ങളുടെ മനസ്സിൽ തന്നെ കാണും, ഇതൊക്കെ ഞങ്ങൾ ഓർത്ത് വെച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ അടുത്തുള്ള കടപ്പാട് നീ മനസ്സിൽ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദ പറയുവാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്, എൻ്റെ വായിൽ നിന്ന് പറ്റിയ ഒരു തെറ്റ് ഞാൻ അങ്ങ് പരിഹരിച്ചു, അത്രയേ ഉള്ളൂ എന്ന് നന്ദ പറയുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം നന്ദയുടെ കയ്യിലിരിക്കുന്ന പ്രസാദം കോവിലുള്ള പ്രസാദമാണ്, അത് പിങ്കിയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നു. എന്നിട്ട് നന്ദ പറയുവാണ്, ഇത് ഭർത്താവിൻ്റെ നെറ്റിയിൽ തൊടിയിക്ക് സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ആ ദേവിയുടെ അനുഗ്രഹം നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഭർത്താവിനെ തൊടിയിക്കെന്ന് പറയുമ്പോഴത്തേക്ക് പിങ്കിയുടെ മുഖം വല്ലാണ്ടാകുന്നു. അന്നേരം നന്ദ പറയുവാണ്, തൊടിയിച്ചു കൊടുക്ക് പിങ്കി എന്ന് പറയുന്നുണ്ട്. അന്നേരം പിങ്കി ഗൗതത്തിന്റെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുക്കുവാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന നന്ദയ്ക്ക് ഒരുപാട് വിഷമാകുന്നുണ്ട്. പക്ഷെ അതൊന്നും കാണാത്ത രീതിയിൽ നിൽക്കുവാണ് നന്ദ. ഗൗതം ഒരു അത്ഭുതത്തോടെ നന്ദയെ നോക്കുന്നുണ്ട്. നന്ദ കൂളായിട്ട് നിൽക്കുവാണല്ലോ എന്നൊക്കെ ഗൗതവും ശ്രദ്ധിക്കുന്നുണ്ട് നന്ദയെ. പക്ഷെ നന്ദയ്ക്ക് നല്ല വിഷമമുണ്ട്. പുറമെ പക്ഷെ വിഷമമില്ലാത്ത പോലെ അഭിനയിക്കുന്നതാണ്. നന്ദയുടെ മുഖം കണ്ട് അത്യാവശ്യം മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട് വിഷമമുണ്ടെന്നുള്ളിൽ. അപ്പോഴത്തേക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അത് നോക്കുമ്പോഴത്തേക്ക് ഫോണിൽ നന്ദയുടെ പ്രൊഫസറാണ് വിളിച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ മെഡിക്കൽ ഇഷ്യൂസ് ആയിട്ടുള്ള പിള്ളേർക്ക്, അങ്ങനെയുള്ള പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഇതിനെപ്പറ്റി പറയാൻ വിളിച്ചതാണ്. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഈ വിവരം ഗൗതത്തിനോടും പിങ്കിയോടും പറയുന്നുണ്ട്. അങ്ങനെ ഒരു മത്സരം നടക്കുന്നുണ്ട്, അതിൽ നന്ദുവിനെ പങ്കെടുപ്പിക്കണമെന്ന്. ഇത് കേൾക്കുമ്പോൾ പിങ്കിക്ക് ഗൗതത്തിന് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട്. പിന്നീട് അകത്തേക്ക് പോയ നന്ദുമോനെയും ഗൗരിമോളെയാണ് കാണിക്കുന്നത്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഗൗരിമോള് നന്ദുവിനോട് പറയുന്നുണ്ട്, നിനക്ക് നല്ല സ്ട്രോങ് ആയ ഇതുപോലുള്ള ഒരു പോലീസായ പപ്പയെ നിനക്ക് കിട്ടിയില്ലേ എന്നൊക്കെ ഗൗരിമോള് നന്ദുവിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മയെ നിനക്ക് കിട്ടിയില്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നന്ദുമോൻ പറയുവാണ്, ഇല്ല ഗൗരി, എനിക്ക് വിഷമമില്ലെന്ന്. ആ സമയം ഗൗരിമോള് പറയുവാണ്, ഇല്ല ഇല്ല നന്ദു, ഗൗരി എനിക്ക് ഒരു തരത്തിലും വിഷമമില്ല എന്ന്. നീ ഒരു കാര്യം നോക്ക്, എനിക്ക് അച്ഛൻ്റെ സ്ഥാനത്ത് സ്നേഹിക്കാൻ ആരുമില്ല എന്ന് ഗൗരിമോള് പറയുന്നുണ്ട്. അന്നേരം നന്ദമോൻ ചോദിക്കുവാണ്, അച്ഛനില്ല എന്ന് പറഞ്ഞ് എന്തിനാ വിഷമിക്കുന്നത്, നിനക്ക് ഡോക്ടർ ആൻറ്റി എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഗൗരിമോള് പറയുവാണ്, അങ്ങനെയല്ല എടാ പൊട്ടാ എന്ന് പറയുന്നുണ്ട്. നമ്മൾ പുറത്തു പോകുമ്പോൾ അച്ഛൻ്റെ കൈ പിടിച്ച് ബീച്ചിലും എല്ലായിടത്തും പോകാൻ പറ്റുന്നില്ലേ. അന്നേരം നന്ദമോൻ വീണ്ടും ചോദിക്കുവാണ്, അത് ഡോക്ടർ ആൻറ്റിയുടെ കൈ പിടിച്ചാണെങ്കിലും നിനക്ക് പോകാമല്ലോ എന്ന്. അന്നേരം ഗൗരിമോള് പറയുവാണ്, അമ്മയ്ക്ക് ജോലിയില്ലേന്ന്. അന്നേരം ഗൗരിമോള് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ജോലിയില്ലേന്ന്. അന്നേരം നന്ദമോൻ ചോദിക്കുവാണ്, അച്ഛനും ജോലിയില്ലേന്ന്. പിന്നെ എങ്ങനെയാന്ന് നന്ദമോൻ ചോദിക്കുവാണ്. അന്നേരം ഗൗരി പറയുവാണ്, അച്ഛന്മാർക്ക് പേടിയില്ലല്ലോ, അവർക്ക് ഏത് രാത്രിയായിരുന്നാലും പുറത്ത് കൊണ്ടുപോകാനൊക്കെ പറ്റുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ, എനിക്ക് അങ്ങനെയുള്ള ഭാഗ്യമൊന്നുമില്ല എന്ന് ഗൗരിമോള് പറയുവാണ്. എനിക്ക് ഒത്തിരി ആഗ്രഹമാണ് അച്ഛൻ്റെ കൈ പിടിച്ച് ബീച്ചിലൂടെ നടക്കണമെന്നൊക്കെ, ഇതിൻ്റെ വലിയൊരു ആഗ്രഹമൊക്കെ ആണെന്ന് ഗൗരിമോള് പറയുന്നുണ്ട് നന്ദമോനോട്. അപ്പോൾ നന്ദമോൻ പറയുവാണ്, എനിക്ക് പപ്പയും അമ്മയൊക്കെ കിട്ടിയിട്ടുണ്ട്, അവരെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഒരാഗ്രഹമുണ്ട്, എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും എനിക്ക് കണ്ടുപിടിക്കണമെന്ന്. അതൊരു ആഗ്രഹമായിട്ട് എൻ്റെ മനസ്സിൽ തന്നെയുണ്ട് എന്ന് നന്ദു പറയുവാണ് ഗൗരിമോളോട്.
ഏതായിരുന്നാലും അവൻ്റെ അച്ഛനും അമ്മയും ആരാണെന്നുള്ള ആഗ്രഹം അറിയാൻ വേണ്ടി ഭയങ്കരമായിട്ട് അവൻ്റെ മനസ്സിൽ തന്നെയുണ്ട്. വീണ്ടും വീണ്ടും അവൻ പറയുകയാണ് ചെയ്യുന്നത്. അവൻ അവൻ്റെ അച്ഛനും അമ്മയും കണ്ടെത്തും എന്നുള്ള കാര്യം ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. നമ്മൾ